കക്ഷി രാഷ്ട്രീയമല്ല കേരള മുസ്ലിം ജമാഅത്തിന്റെ രാഷ്ട്രീയമെന്ന് ജനറൽ സെക്രട്ടറി ഖലീലുൽ ബുഖാരി തങ്ങൾ 24-നോട്. ആരുടെയും ഔദ്യോഗികവും അനൌദ്യോഗികവുമായ ഘടകകക്ഷിയല്ല എന്ന് AP വിഭാഗമെന്ന് ഖലീലുൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. ഞങ്ങൾ രാഷ്ട്രീയ നിലപാടുണ്ട്, പക്ഷേ കക്ഷി രാഷ്ട്രീയമല്ല. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗികവുമായ അനൗദ്യോഗികവുമായ ഘടകകക്ഷികളല്ല. ഞങ്ങളുടെ വോട്ടുകൾ അതാത് സമയത്ത് ഞങ്ങൾ വിലയിരുത്തി അർഹർക്ക് നൽകുക, അത് അവരെ അറിയിക്കുക എന്നല്ലാതെ ഞങ്ങളെ പ്രവർത്തകർ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായി അവർ രാഷ്ട്രീയ ബോധം അവർക്ക് വേണം. അത് വോട്ട് ലഭിക്കേണ്ട സമയത്ത് വോട്ടിടേണ്ട സമയത്ത് അത് ഇട്ട് കഴിഞ്ഞു. നിഖിൽ പ്രമേഷ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിഖിൽ, AP വിഭാഗത്തിന്റെ വോട്ട് ആർക്കാണ് എന്നാണ് ഖലീലുൽ ബുഖാരി തങ്ങൾ പറഞ്ഞു വെക്കുന്നത്? അമൃത, അതൊരു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ AP സമസ്ത ആരെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണച്ചത് എന്നുള്ളത് ഒരു വലിയ ചർച്ചയായി മാറുന്നുണ്ട്. ഇപ്പോൾ ഒരു വിഭാഗം UDF-നാണ് പിന്തുണ നൽകുന്നത് എന്ന് പറയുന്നു. അതായത് കാലങ്ങളായി ഇടതുമുന്നണിക്കാണ് അവരുടെ പിന്തുണ ലഭിക്കാറുള്ളത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടാണ് ഒരല്പം AP സമസ്ത എല്ലാ കാലത്തും നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. പല മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് അനുകൂലമായ നിലപാട് AP സമസ്ത സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് UDF സ്ഥാനാർത്ഥികൾ തന്നെ അവകാശപ്പെടുന്ന ഒരു കാര്യം. ഇപ്പോൾ അവരുടെ ബൂത്ത് തല അവലോകന കണക്കുകളൊക്കെ പുറത്തു വരുമ്പോൾ ഈ AP വിഭാഗത്തിന്റെ പിന്തുണ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖലീലുൽ ബുഖാരി തങ്ങൾ നിലപാട് വ്യക്തമാക്കുന്നത്. കക്ഷി രാഷ്ട്രീയമല്ല കേരള മുസ്ലിം ജമാഅത്തിന്റെ രാഷ്ട്രീയം എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം. ആരുടെയും ഔദ്യോഗികവും അനൗദ്യോഗികവുമായ ഘടകകക്ഷിയല്ല AP വിഭാഗം എന്നുകൂടി പറയുന്നുണ്ട്. വോട്ടുകൾ അർഹരെ കണ്ടെത്തി ചെയ്ത് അവരെ അറിയിക്കുകയാണ് തങ്ങളുടെ രീതി എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അത് പരസ്യപ്പെടുത്താറില്ല, ഒരു കാലത്തും അത് പരസ്യപ്പെടുത്തിയിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ആരെയാണ് അവർ പിന്തുണച്ചത് എന്നുള്ളത് പറയാതെ പറയുകയാണ് ഖലീലുൽ ബുഖാരി തങ്ങൾ. അമൃത, ശരി. നിഖിൽ പ്രവേശാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.